കേരള നിയമസഭയിൽ തിരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലക്ക് എനിക്ക് എൻ്റെ പാർട്ടി അനുവദിച്ചു തന്ന ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഇന്നലെ. ഞാനതനുസരിച്ച് വളരെയേറെ ദൂരക്കാഴ്ചയോടുകൂടി തന്നെയാണ് ഒരു റെയിൽവേ പാത പുതുതായി പണിയതിൻ്റെ ആവശ്യകത ഞാൻ ഉന്നയിച്ചത്. അത് മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞത് എന്താണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കേരളയിലെ സ്വപ്നവുമായി ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന ഒരു പദ്ധതി അതുമായിട്ടാണ് അദ്ദേഹം ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആവേശത്തിലായതുകൊണ്ടായിരിക്കാം മറ്റൊന്നും വേണ്ട എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വേദനയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ക്ഷമിച്ചു. CPM-ൻ്റെ ഒരു നേതാവെന്ന നിലക്ക് അവരുടെ കാഴ്ചപ്പാട് നമുക്കറിയാമല്ലോ. പഴയ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്ന കാലത്ത് അതിനെ എതിർത്തവരാ. നെല്ലുകുത്ത് യന്ത്രം വന്നപ്പോഴും കല്ല് വെട്ടുന്ന മെഷീൻ വന്നപ്പോഴും അതിനെതിരെ സമരം നടത്തിയവരാ. കൊയ്ത്ത് യന്ത്രവും മെതിയന്ത്രവും വന്നപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മളൊക്കെ വാചാലമായപ്പോൾ അത് അപകടകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണ പ്രവർത്തനം നടത്തിയവരാണ് അവർ. അപ്പോൾ അവർക്ക് വികസന കാര്യങ്ങളിലുള്ള താല്പര്യവും ആ കാര്യത്തിലുണ്ടാകുന്ന ദീർഘദൃഷ്ടിയും നമുക്കറിയാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാട് ഏറ്റെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ പദ്ധതി കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായക്ക് മാറ്റമുണ്ടാക്കുന്ന വലിയ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റു പദ്ധതികളെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തിരൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ഒരു പാതയ്ക്ക് വേണ്ടി സർവേ നടന്നിട്ട് അത് കേരളത്തിനോളം തന്നെ പഴക്കമുണ്ട് എന്ന് പറയാം. അതേപോലെ തിരുനാവായിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒരു പാത, താനൂരിൽ നിന്നും അതേപോലെ എടപ്പള്ളിയിലേക്ക് ഒരു പഠനം ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിന് തിരൂർ എടപ്പള്ളി പാതയ്ക്ക് വേണ്ടി ചില പരിശ്രമങ്ങളും നേരത്തെ സജീവമായി നടന്നതാണ്. ഇങ്ങനെ ഒരു പാത വന്നാൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകില്ല. ഇതേപോലെ തന്നെ നഞ്ചങ്കോട് വഴി നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്ക് മറ്റൊരു പാത, അത് വീണ്ടും സർവേ ഈ 2023-24 വർഷത്തിൽ നടക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് 49% സംസ്ഥാനവും 51% ധനം കേന്ദ്രവും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പദ്ധതി ആരംഭിക്കും എന്നാണ്. പക്ഷേ സംസ്ഥാനം അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ പദ്ധതിയും വന്ന് ഈ തിരൂരിൽ നിന്ന് എടപ്പള്ളി പാതയും വന്നാൽ ഈ നിലമ്പൂരും തിരൂരും കൂടി യോജിപ്പിക്കുന്ന മറ്റൊരു പാത കൂടി വരികയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവഴി മൈസൂരിലേക്കുള്ള ദൂരം പകുതിയായി ചുരുങ്ങുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് റെയിൽവേ മാർഗത്തിൽ മൈസൂരിലെത്തണമെങ്കിൽ 961 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതേപോലെ മംഗലാപുരത്ത് വഴി കാസർകോട്ടുകാരൻ മൈസൂരിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് 503 കിലോമീറ്റർ യാത്ര ചെയ്യണം. തിരൂർ വഴി ഇങ്ങനെ ഒരു കണക്ഷൻ കൂടി വന്നാൽ അവർക്ക് കാസർകോട്ടുകാർക്ക് മൈസൂരിലെത്താൻ 100ഓളം കിലോമീറ്റർ കുറവ് വരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇങ്ങനെയൊരു പാത വരുമ്പോൾ വയനാട് റെയിൽവേ ഭൂപടത്തിൽ സ്ഥലം പിടിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണ്. വയനാടിനെ കൂടി ഇതിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മലബാറിലെ എല്ലാ ജില്ലകളും, ഇടുക്കി ഒഴിച്ചുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും റെയിൽവേ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കും. ഈ ഒരു വലിയ പദ്ധതി ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നതിൽ ഞാൻ എന്തു പറയാനാണ്? അത് അവരുടെ പാർട്ടി വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ വളരെ ആലോചിച്ചും പഠിച്ചുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടുത്തെ പത്രപ്രവർത്തകന്മാർക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ തുഞ്ചൻപറമ്പിൽ നമ്മൾ വിളിച്ചു ചേർത്ത സെമിനാറിൽ ഉയർന്ന് ഈ അഭിപ്രായം ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ അതെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു സംഭവമാണ്. ഈ പ്രാവശ്യം സാംസ്കാരിക സമുച്ചയത്തിൽ ചേർന്ന പത്രക്കാരെ കൂടി മുഴുവൻ ആളുകളെയും ഞാൻ വിളിച്ചു ചേർത്തിരുന്നു. അവിടെ മുമ്പിലും ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ്. ഞാനിത് പഠിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പുതിയ പുതിയ ആശയങ്ങളുണ്ടാകണം. നമ്മുടെ റോഡുകളൊക്കെ വളരെ തിക്ക് ആയി മാറിയിട്ടുണ്ട്.
യാത്രയ്ക്ക് വളരെ പ്രയാസമാണ്. ജനസംഖ്യയുടെ ജനപ്പെരുപ്പത്തിനേക്കാൾ കൂടുതലാണ് വാഹനപ്പെരുപ്പം. ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒരു അധ്യായം, പഴയൊരു ഓർമ്മ, ആസ്ട്രേലിയയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു അധ്യായം ഉണ്ടായിരുന്നു സാമൂഹ്യ പാഠത്തിൽ. അപ്പോൾ ആ അധ്യായത്തിൽ പറയുന്നത് ആ വികസിച്ച ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി വികസിച്ച രാജ്യമായി പറയുന്ന ഓസ്ട്രേലിയയുടെ ഒരു മഹിമ പറഞ്ഞത് എല്ലാ വീട്ടിലും റേഡിയോ, 5 വീട് ഒന്നിന് 5 വീട് കൂടുന്നിടത്ത് ഒരു കാറ് എന്നായിരുന്നു. ആ 72കളിലെ ആ ഓസ്ട്രേലിയയും ഇന്നത്തെ ഈ കേരളത്തെയും കൂടി ഒന്ന് തുലനം ചെയ്ത് നോക്കൂ. റേഡിയോ ഇവിടെ അപ്രത്യക്ഷമായി. വിരൽ തുമ്പിലൊക്കെ റേഡിയോ എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ മൊബൈലും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ വിരൽ തുമ്പിലേക്ക് വന്ന് ചേർന്നു. ഒരു വീട്ടിൽ തന്നെ വേണമെങ്കിൽ 10 റേഡിയോ എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് വികസിച്ചിരിക്കുന്നത്. കാറിൻ്റെ കാര്യത്തിൽ ഒരു വീട്ടിൽ തന്നെ 5 കാറ് എന്ന് പറയാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി ഒക്കെ വലിയ വളർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ റോഡ് തന്നെ വികസിപ്പിച്ച് എല്ലാ വാഹനങ്ങളും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറത്ത്, കേരളം തന്നെ നഗരവൽക്കരിക്കപ്പെടുകയാണ്. ഒരു 30 കൊല്ലം കൂടി കഴിയുമ്പോൾ കേരളം ഒറ്റ നഗരമാവും. 20 കൊല്ലം മതി മലപ്പുറം ഒരു നഗരമായി മാറി. ഇതേ വികസനം തുടരുകയാണെങ്കിൽ, ഇതേ വളർച്ച തുടർന്നു പോവുകയാണ് എങ്കിൽ 20 കൊല്ലം കൊണ്ട് മലപ്പുറം വനപ്രദേശങ്ങളാണ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പ്രദേശം ഒറ്റ നഗരം എന്ന് പറയാവുന്ന രീതിയിൽ മാറുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. അപ്പോൾ റോഡിനുണ്ടാകുന്ന ഗതികേട്, ദുരിതം എന്തായിരിക്കും ഇപ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനൊരു പാത ഞാൻ നിർദ്ദേശിച്ചത്. അത് മുഖ്യമന്ത്രിനെ പറ്റി നമ്മൾ എന്താ പറയുക? അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരിക്കാം ചിലപ്പോൾ. മാത്രമല്ല, വികസനകാര്യം ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഉൾക്കൊള്ളാനൊക്കെ ചില പ്രയാസം ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ ഉൾക്കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഞാൻ ഈ പാത മെട്രോ മാതൃകയിൽ എന്ന് കൂടി പറഞ്ഞു. അത് പറഞ്ഞതിൽ ഒരു താല്പര്യം എനിക്കുണ്ട്. കാരണം സാധാ റെയിലിനാണ് എങ്കിൽ അക്വയർ ചെയ്ത് ഭൂമി വേലിയൊക്കെ കെട്ടി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് തിരൂരിൽ തന്നെ പോകുന്ന, കോഴിക്കോട്ടേക്ക് പോകുന്ന അവിടെ നടുലങ്ങാടിയിൽ, അതേപോലെ തന്നെ ഈ തിരുനാവായ ഭാഗത്ത് ഒക്കെ റെയിൽ മുറിച്ച് കിടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത് തന്നെ അടച്ചു. റെയിൽ മുറിച്ച് കിടക്കാൻ ഇനി കഴിയാത്തൊരു സാഹചര്യം വരും. നേരെ മറിച്ച് മെട്രോ ലൈനാണെങ്കിൽ ഇത് കാലിലാണ് ഇത് സ്ഥാപിക്കപ്പെടുക. ഇപ്പോൾ എറണാകുളത്തെ മെട്രോ ആണെങ്കിലും ഡൽഹിയിലെ മെട്രോ ആണെങ്കിലും കൽക്കത്തയിലെ മെട്രോയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താഴെക്കൂടി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരയോഗ്യമാണ്. അതുകൊണ്ട് ഈ മെട്രോ ഇങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് ആണ്ടും കൊണ്ടും അപ്പുറത്തും ഇപ്പുറത്തേക്കും കടക്കാൻ സാധിക്കും. അതിന് തടസ്സമുണ്ടാകില്ല. മാത്രമല്ല, എക്കോർ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവ് ചെറുതായിരിക്കും. വേണമെങ്കിൽ ഇത് ഇപ്പം നിലവിലുള്ള റോഡും ഉപയോഗിച്ചും കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ്, വളരെ ചിന്തിച്ച് തന്നെയാണ് ഈ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഭാവിയിൽ ഇത് രാജ്യം സ്വീകരിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാത്തിരിക്കാം. അല്ല, ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുക എന്നുള്ളത് നിയമസഭാംഗങ്ങളുടെ അവകാശമാണ്, അതോടൊപ്പം ഉത്തരവാദിത്വമാണ്. ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണല്ലോ. ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സുഗമമായിട്ടുള്ള യാത്രാ മാധ്യമങ്ങൾ ഉണ്ടാവുക, യാത്രാ മാർഗ്ഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനകീയ ആവശ്യമാണ്. അതിപ്പോൾ മെട്രോ ആണോ അതല്ല മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഒരു യാത്രാ സംവിധാനമാണോ വേണ്ടത് എന്നുള്ളതൊക്കെ അത് ഭരണാധികാരികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സ്പീഡ് യാത്ര മാത്രം പോരാ. അതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റിയായി കേരളയിൽ എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് ഓരോ ജില്ലകൾക്കകത്തുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ അത് ഇത്രയും വലിയൊരു ജില്ലയിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നതിൽ മണിക്കൂറുകളുടെ കാലതാമസം ഉണ്ടാകുന്നു. റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. ആ നിലയിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു സതുദ്ദേശമായിരിക്കും തിരൂർ MLA കൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെപ്പിച്ചത്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ അത് തൽക്കാലത്തേക്ക് പ്രായോഗികമല്ലെങ്കിൽ അതിനെ ബഹുമാനപൂർവ്വം അത് ആ നിലയിൽ നിലപാട് അവതരിപ്പിക്കുക, സർക്കാരിൻ്റെ മറുപടി ആ നിലയിൽ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് പക്വതയുള്ള ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് പകരം മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ, ജനപ്രതിനിധികൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവരെ ആ വേദിയിൽ തന്നെ അപമാനിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. അപ്പോൾ അത് UDFൻ്റെ MLA ആയ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് മാത്രമല്ല ഇത് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ തന്നെ നവകേരള സദസ്സിൽ കോട്ടയത്ത് അവരുടെ LDFൻ്റെ ഭാഗമായിട്ടുള്ള MLA ചാഴിക്കാടൻ
അദ്ദേഹം റബ്ബർ വിലയിടിവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരസ്യമായിട്ട് അപമാനിക്കുകയായിരുന്നു ആ വേദിയിൽ വെച്ച് തന്നെ. അപ്പോൾ അതൊരു ശരിയായ സമീപനമല്ല. ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രായോഗികം, ആ നിലയ്ക്കുള്ള നിലപാട് ഗവൺമെൻറ്റിന് പറയാം. പക്ഷേ ആ പറയുമ്പോൾ അതൊരു അപമാനിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.